ഏവർക്കും നമസ്കാരം. ഇത് തോമാച്ചായന്റെയും ഗ്രേസി ചേച്ചിയുടെയും കഥയാണ്. തോമാച്ചായൻ വയസ്സ് 56. മകളുടെ കല്യാണം കഴിഞ്ഞതോടെ സ്വന്തമായി റിട്ടയർമെന്റ് നൽകി സ്വഗൃഹത്തിൽ സ്വസ്ഥം ശാന്തം. ഭാര്യ ഗ്രേസിക്കുട്ടി. അലങ്കാരത്തിനായി ഒരൽപ്പം പൊങ്ങച്ചവും പത്താസും, എന്നാൽ അതിലേറെ സ്നേഹവും കരുതലുമുള്ള ഒരു സാധു സ്ത്രീ. ഇണക്കങ്ങളും പിണക്കങ്ങളുമുള്ള അവരുടെ കുഞ്ഞു ലോകം. പ്രമേഹവും കൊളസ്ട്രോളും തുടങ്ങി ചേട്ടാനിയന്മാരെല്ലാം തോമാച്ചായന്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് വർഷം കുറച്ചായി. 2 വർഷം മുൻപ് ഡോക്ടറിനെ കണ്ട് മേടിച്ച മരുന്നു ചീട്ടുമായി ഒത്തിരിയങ്ങ് പൊരുത്തപ്പെട്ടതുകൊണ്ട് ഇനി ഒരു വൈദ്യ പരിശോധനയുടെ ആവശ്യം തന്നെയില്ലെന്ന വാദത്തിൽ സ്വയം ചികിത്സയിലാണ് കാര്യങ്ങളുടെ പോക്ക്. തോമാച്ചായന്റെ അസാധാരണമില്ലാത്ത തീർത്തും സാധാരണമായ ഒരു ദിവസത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. സമയം രാവിലെ 7:30 മണി. ഇന്ത്യയിൽ പ്രമേഹ രോഗികളുടെ എണ്ണം ഉയരുന്നു. രാവിലെ തന്നെ നമുക്കിട്ടുള്ള വെപ്പാണല്ലോ പത്രങ്ങളിലും. രക്ഷപ്പെട്ട് 90 ഉള്ളു. ഇന്നൊരു കല്യാണം ഉണ്ട്. എടിയേ എനിക്കൊരു ഗ്ലാസ് ചായ വേണം. അതെ കൊണ്ടുവരുന്നു. എന്റെ ചായ ഇത്ര രാവിലെ തന്നെ എന്നെ വിളിച്ചു പോവാതെ ഇന്നാ ചായ. എനിക്ക് അവിടെ എന്തോരം പണിയുണ്ട്. എനിക്ക് ഭയങ്കര ദാഹം, അതുകൊണ്ട് വിളിച്ചാണ്. ഇതെന്ത് ചായ അടി? ചായ മധുരമില്ലാത്ത ചായ. ഇതിലോട്ട് മധുരം ഇല്ല, ഇച്ചിരി പഞ്ചസാര ഇടൂ. എനിക്ക് ഷുഗർ കുറവല്ലേ? ഷുഗർ കുറവോ? എത്ര ഉണ്ട് ഷുഗർ? ഞാൻ ഇപ്പൊ നോക്കി 90 ഉള്ളു. കള്ളം പറയുക. സത്യടി. സത്യമാണോ? പഞ്ചസാരയുടെ കാര്യത്തിൽ ഞാൻ നോണ പറയോ? നിങ്ങളൊരു പഞ്ചാര കുഞ്ചുവാന്ന് എനിക്കറിയാം. അത് ഇപ്പൊ കൊണ്ടുവരാം. ശരി. ഇച്ചായ എന്തായാലും ഷുഗർ കുറവല്ലേ? ഞാൻ എന്നാ പുട്ടുമ്പഴം തരട്ടെ? മതിയടി. പുട്ടുമ്പഴം ഇപ്പൊ തരാട്ടോ. എന്നാ ഇച്ചായ വാ കഴിക്ക. കൈ തന്നാ മതിയോ? മതി. ഞാൻ കഴിച്ചില്ല. ഇന്ന് സാരി മാറാനുള്ളതല്ലേ, എനിക്ക് സമയമില്ല, ഞാൻ പോവാ. നീ ഇപ്പോൾ കഴിക്കും, വാ ഒരുമിച്ച് കഴിക്കാം നമുക്ക്. ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു ഇത് കാണുമ്പോഴേ എനിക്ക് പഴമൊന്നും വേണ്ട, ഞാൻ ഇച്ചിരി പുട്ട് മാത്രം മതി. മതിയാ? ഞാൻ പോവാ. വേഗം കഴിച്ചതാ, ഞാൻ പാത്രം കൊണ്ട് കൈ വെക്കട്ടെ. ഞാൻ കഴിക്കോളാം, നീ റെഡി ആയിക്കോ. ആണോ? എന്റെ പുന്നാര ഇച്ചായന്റെ കാര്യം. അണിഞ്ഞൊരുങ്ങി നാട്ടിലെ പ്രമാണി എന്നോണം തോമാച്ചായനും ഗ്രേസി ചേച്ചിയും കല്യാണത്തിനായി ഇറങ്ങി തിരിച്ചു. ചേട്ടാ എന്തുണ്ട്? പഴംപൊരി ഉണ്ടോ? കൂട്ടിയെടുത്തോ? എന്നല്ലേ പഴംപൊരി കട? വലുത് മതി. പഴംപൊരി തിന്നാന്ന് വിചാരിച്ചായിരുന്നു. സാറേ ഇപ്പൊ ഫ്രൂട്ടി പിടിക്കേ. നന്നായിരുന്നു. നന്നായി ഇരിക്കും. ഇങ്ങോട്ട് സുന്ദരനല്ലേ? സുന്ദരൻ. നിങ്ങൾ കുടിക്കാമോ? ഷുഗർ അല്ലേ? ഷുഗർ 90 ഉള്ളല്ലോ, ഇച്ചിരി കുടിക്കാം. മതിയോ? നമുക്കിനി പോണ വഴിക്ക് കുടിക്കാം കേട്ടോ. വേഗം പോവാ, 1.5 മണിക്കൂർ യാത്ര ഉണ്ട്. വേഗം പോവാ. FPS നോർമൽ ആണെന്നതിന്റെ അഹങ്കാരത്തിൽ തോമാച്ചായന്റെ കല്യാണാഘോഷം 2-3 ട്രിപ്പായി പൊടി പൊടിക്കുകയാണ്. 2 ഐസ്ക്രീം, ജിലേബി, ലഡു, ഇത് എന്നതാ? ബിരിയാണി, പൊറോട്ട, എന്നതാ മനുഷ്യത്? ഷുഗർ 90 അല്ലേ ഉള്ളൂ എന്ന് വെച്ചിട്ട് 2 അവിടെ നിന്ന് ഞാൻ 3 ഐസ്ക്രീം കഴിക്കുന്നത് കണ്ടോ? ഇവിടെ വന്ന് 2 കൂടി കഴിച്ചോ? ഇല്ലടി, എന്നെയല്ലേ കാണിക്കുക. വേറെ ആരാ കഴിച്ച? പൊറോട്ട ഒക്കെ തീർന്നു. അങ്ങോട്ട് നീങ്ങി ഇടിച്ചിട്ട് കഴിക്കട്ടെ. കല്യാണ വീട്ടിലെ അതിഗംഭീരമായ വിരുന്ന് സൽക്കാരത്തിന് ശേഷം തോമാച്ചായനും ഗ്രേസിക്കുട്ടിയും മകളുടെ വീട്ടിലെത്തി. ഇവിടെ ഈ വാതിൽ തുറന്നിട്ട് എങ്ങോട്ട് പോയോ? ഇതാരും അപ്പച്ചനെ വെച്ചു. നിങ്ങൾ എന്തൊരു വാക്ക് പറയാതെ വന്ന്. ഇവിടെയാണെങ്കിൽ ഒന്നും കഴിക്കാൻ ഉണ്ടാക്കിയിട്ടില്ലെന്നേ. നീ പട്ടിണിയാണോ ഇപ്പൊ? അല്ല അമ്മച്ചി, ഇവിടെ കപ്പയായിരിക്കുന്നത്. കപ്പ അപ്പച്ചന് കഴിക്കാൻ പറ്റൂ? എടി അപ്പച്ചന് ഷുഗർ കുറവല്ലേ? ഷുഗർ കുറവാ? എത്രയുണ്ട് ഇപ്പൊ? നടുക്ക് എടുത്തെങ്ങാനും. ഇന്ന് നോക്കിയതാ 90 ഉള്ളൂ. 90 ഉള്ളൂ? എന്നാ പിന്നെ കപ്പ എടുക്കട്ടെ. നല്ല കപ്പയും ചുട്ടരച്ച ചമ്മന്തിയും കട്ടൻ കാപ്പിയും ഒക്കെ കൂടി എടുക്കാം. ദാമച്ചി കഴിച്ചോക്ക്. അപ്പച്ചനെടുക്ക്. എങ്ങനെയുണ്ടെന്ന് പറയാന്നിട്ട്? കഴിക്ക്. എങ്ങനെയുണ്ടെന്ന് പറയാന്നിട്ട്? നന്നായിരിക്കുന്നോ? നല്ലതാണോ? ഞാൻ ഉണ്ടാക്കുന്ന പോലെ ടേസ്റ്റ് ഉണ്ടോ? നന്നായി കഴിക്കുന്നേ. ഷുഗർ എന്തായാലും കുറവല്ല. അപ്പച്ചൻ നന്നായി കഴിച്ചോ. എടി നിന്റെ അമ്മച്ചി എന്തേടി? അമ്മച്ചി പള്ളി പോയേക്കാന്നേ. അമ്മ എപ്പോഴും നേരത്തും പള്ളിയിലാ. മതിയോ? മതി. ശരി. പക്ഷെ നിനക്ക് നീ ആകെ ക്ഷീണിച്ചു പോയല്ലോടി. ഒന്നും പറയണ്ട. തിന്നാനും കുടിക്കാനും ഒന്നും ഇല്ലേ? ഇവിടെ ആകെ കഷ്ടപ്പാടാന്നേ. തങ്കമാണിക്കാത്ത പോലെ. മാസങ്ങൾ കടന്നുപോയി. ഒപ്പം ഇതുപോലെ FBS 90കളും 80കളും 100കളുമായി തോമാച്ചായന്റെ കുറെ ദിവസങ്ങളും. പതിവ് പോലെ ഒരു ദിവസം. എടിയേ, എന്റെ കണ്ണട എവിടെ?
കണ്ണാടി അല്ലേ ഈ മുഖത്തിരിക്കുന്നേ, നിങ്ങൾക്ക് കണ്ണും കാണാൻ പാടില്ല ഇപ്പൊ. ഓ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ? എനിക്ക് നല്ല കലക്കനായിട്ട് കാണാലോ. എനിക്കെല്ലാം കലങ്ങിട്ടാ കാണുന്നത്. അതെന്താ പറ്റി? നിങ്ങൾ രാവിലെ തന്നെ അടിച്ചിട്ടാണ് ഇരിക്കുന്നേ? ഇല്ലടി ഞാനൊന്നും വെച്ചിട്ടില്ല, പച്ചരിക്ക നല്ല ഇരിക്കുന്നു. പിന്നെന്താ പറ്റി? എന്താ അറിയത്തില്ല, ഭയങ്കര ക്ഷീണം, വയ്യ. ഇനി ഷുഗർ എങ്ങാനും കുറഞ്ഞു പോയി കാണും. ഞാൻ ഇച്ചിരി വെള്ളം എടുത്തിട്ട് വരട്ടെ? ഇച്ചിരി വെള്ളം കൊണ്ടുവാ. കുടിച്ചേക്ക്. ആ മതിടി. മതിയോ? ഞാൻ ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. എന്ത് പറ്റി? ഒന്ന് മൂത്രം ഒഴിക്കണം. ശരി, വേഗം പോയിട്ട് വാ. ഞാൻ പിടിക്കണോ? വേണ്ട വേണ്ട. ഓ 2-3 വട്ടമായി പോകുന്നു മൂത്രം ഒഴിക്കാൻ. ഇച്ചായ, നിങ്ങൾ ഫ്ലഷ് ചെയ്തില്ലായിരുന്നോ ടോയ്ലറ്റിൽ പോയിട്ട്? ഞാൻ ഫ്ലഷ് ചെയ്താണല്ലോ. മൂത്രം പതഞ്ഞു പൊന്തുന്നു. ഇതെന്നാ പതഞ്ഞു പൊന്തുന്നേ? 2-3 ദിവസമായിട്ട്, കുറച്ച് ദിവസമായിട്ട് അങ്ങനെ അടി. ദൈവമേ വയ്യ എനിക്ക്. ഇത്രയും മൂത്രം ഇവിടെ പതിന് പൊന്നിട്ട് നിങ്ങൾ ഒരു വാക്ക് പോലും പറഞ്ഞായിരുന്നോ? പറഞ്ഞില്ല. നീ ആ ഗ്ലൂക്കോമീറ്ററും എടുത്തേ. ഗ്ലൂക്കോമീറ്റർ കാരണം മിണ്ടരുത്. 5-8 മാസമായി അത് ബാറ്ററി കേടായിട്ടിരിക്കുന്നു. എത്ര നാളായി ഞാൻ ആ ബാറ്ററി ഒന്ന് മാറ്റിയിടാൻ പറഞ്ഞിട്ട്? ഓ ഞാനതൊക്കെ മറക്കും. എനിക്ക് വയ്യ, ഇനി വെച്ചോണ്ടിരിക്കണ്ട, ഡോക്ടർ അടുത്ത് പോകാം. സ്വയം ചികിത്സയിലും 4 വർഷം മുൻപുള്ള മരുന്നുകുറിപ്പിലുമുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് ഗ്രേസിക്കുട്ടിയും തോമാച്ചായനും ഡോക്ടറെ കാണാൻ തീരുമാനിക്കുന്നു. ഇച്ചായ, ഇതേ കറുത്ത കളറൊക്കെ വന്നിട്ടുണ്ടല്ലോ. ചുറ്റോട് ചുറ്റും ചുവപ്പ് കളറും നീരൊക്കെ ഉണ്ട്. ഇച്ചായ എപ്പോ തൊട്ട് ഇത് വന്നത്? അറിയില്ലടി, എനിക്കൊന്നും ഓർമ്മയില്ല. ഒരു വാക്ക് പറയാതെ ഇന്നലെ വരെ ഉണ്ടായിരുന്നില്ല. ഇത് കിടന്നുറങ്ങിയപ്പോ ഇവിടെ തട്ടിയായിരുന്നോ? ഇല്ല, തട്ടിട്ടൊന്നുമില്ല. എനിക്ക് വയ്യ, ആശുപത്രി പോകാം. എന്താ തോമച്ചായ? വയ്യ സാറേ. കൊറേ കണ്ടിട്ട്. സാറേ നിങ്ങൾക്ക് തീരെ വയ്യ. ഗ്രേസിക്കുട്ടി ഇരിക്കും. എന്താ പറ്റിയത്? ഓ വയ്യ സാറേ. വയ്യാണ്ടായ കൊറേ കണ്ടിട്ട്. ഷുഗറൊക്കെ എങ്ങനെയാ? സാറേ 1.5 വർഷമായി ഷുഗർ നോക്കിയിട്ട്. ഷുഗർ നോക്കത്തൊന്നുമില്ല. എന്നോട് ഈയിടെ നോക്കിയതെന്ന് പറഞ്ഞ് 90 പറഞ്ഞിരുന്നതാ. പക്ഷെ 1.5 വർഷം മുന്നേ നോക്കിയേക്കണേ. ഗ്ലൂക്കോമീറ്റർ ഒക്കെ കേടായിരുന്നു. അത് ശരി. ഇപ്പൊ എന്താ ഉണ്ടായത്? ഇപ്പൊ സാറേ കാലയിലൊരു കളർ മാറ്റം വന്നിട്ടുണ്ടല്ലോ. വന്നിട്ടുണ്ട്. അപ്പൊ ഭക്ഷണത്തിലൊന്നും നിയന്ത്രണമില്ല ഇപ്പൊ? ഭക്ഷണത്തിൽ എന്നാ 90 പറഞ്ഞ് വാരി വലിച്ച് കഴിക്കല്ലേ? അപ്പൊ ഒരു നേരത്തെ ഷുഗർ നോക്കാറില്ല. ആ മരുന്ന് പഴയ മരുന്നൊക്കെ സാറേ കഴിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ നോക്കാറൊന്നുമില്ല ഷുഗർ? ഒന്നും നോക്കാറില്ല. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. അതാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. നിയന്ത്രണമില്ലാത്ത പ്രമേഹം മൂലം തോമച്ചായന്റെ കാലിലും അതുപോലെ തന്നെ വൃക്കകളിലുള്ള മാറ്റങ്ങളെ കൊണ്ട് ക്ഷീണിതനായി വന്നത് തികച്ചും യാദൃശികം എന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും ഇതാണ് നമ്മുടെ സമൂഹത്തിലെ ഇന്നത്തെ അവസ്ഥ. ഏതെങ്കിലും ഒരു കാലത്ത് ഒരു ഡോക്ടർ എഴുതി കൊടുത്ത ഒരു പ്രിസ്ക്രിപ്ഷനിലെ മരുന്ന് വർഷങ്ങളോളം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗിയുടെ അവസ്ഥ. ആ രോഗി അല്ലെങ്കിൽ ആ ഒരാള് രാവിലെ 2 ഷുഗർ നോക്കിയിട്ട് ആ 2 ഷുഗറാണ് എൻ്റെ ജീവിതത്തിലെ പ്രമേഹം എന്ന് മനസ്സിലാക്കി മറ്റുള്ള സമയങ്ങളിൽ എൻ്റെ ശരീരത്തിൽ നടക്കുന്ന പഞ്ചസാരയുടെ വ്യതിയാനം മനസ്സിലാക്കാതെ ജീവിക്കുമ്പോൾ ഒരു സമയത്ത് അദ്ദേഹം അനുഭവിക്കുന്ന മൂത്രമൊഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പതയും കാലിൽ നിന്ന് അവരറിയാതെ ഊരിപ്പോകുന്ന ചെരുപ്പ്, കണ്ണിൽ വരുന്ന ചെറിയ മങ്ങലും കണ്ണിലെ കാഴ്ചക്കുറവും, അവശത, ക്ഷീണം, കാലിലെ ചെറിയ മാറ്റങ്ങൾ ഇൻഫെക്ഷനായി വലിയ വിപത്തിലോട്ട് പോകുന്നു. ഇതെല്ലാം നിയന്ത്രണമല്ലാത്ത പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഇവിടെയാണ് നമ്മൾ ഒരു സൂക്ഷ്മത ചികിത്സിക്കുന്ന ആളുകൾ വേണ്ടത്. ഒരു 2 നേരത്തെ ഫാസ്റ്റിംഗ് PP ഷുഗർ കൊണ്ട് ഒന്നും നമുക്ക് നേടാനാവില്ല. തീർച്ചയായിട്ടും ചികിത്സയുടെ കാതൽ എന്ന് പറയുന്നത് ചികിത്സിക്കുന്ന ഡോക്ടറുമായിട്ട് നിരന്തരമായ സമ്പർക്കം, അറ്റ്ലീസ്റ്റ് 3 മാസത്തിലൊരിക്കൽ HbA1c നോക്കി ഡോക്ടറെ കണ്ട് അതുപോലെ തന്നെ മറ്റുള്ള അവയവങ്ങളെ പ്രമേഹം ബാധിക്കുന്നുണ്ടോ എന്നുള്ളതും കൂടെ നോക്കി, അത് മൂത്രത്തിലെ പ്രോട്ടീൻ ആവാം, രക്തത്തിലെ ക്രിയാറ്റിൻ ആവാം, അതുപോലെ തന്നെ ലിവർ ഫംഗ്ഷൻ ആവാം. അങ്ങനെ കാലിലോട്ടുള്ള രക്തോട്ടത്തിൻ്റെയും മറ്റുള്ള കാര്യങ്ങൾ നോക്കി എൻ്റെ നിയന്ത്രണമല്ലാത്ത പ്രമേഹം എൻ്റെ അവയവങ്ങളെ ബാധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഒരുപാട് നമുക്ക് നമ്മുടെ അവയവങ്ങളെ കേടുവരുത്താതെ നമുക്ക് സുഖമായിട്ട് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റും. മറ്റൊരു തോമച്ചായനാവാതിരിക്കാൻ നമ്മൾ വളരെ സൂക്ഷ്മത നമ്മുടെ പ്രമേഹത്തിൻ്റെ ചികിത്സയിലും നമ്മുടെ അസുഖത്തിൻ്റെ കാര്യത്തിലും നമ്മൾ എടുക്കേണ്ടതാണ്.